പ്രിയമുള്ളവരെ, ആഹാരത്തെപ്പറ്റിയും ഭക്ഷണത്തെപ്പറ്റിയും ആയിരക്കണക്കിന് സംശയങ്ങളും കൺഫ്യൂഷനും ഉള്ളവരാണ് നമ്മൾ. ഇതിനെപ്പറ്റി ഈ സംശയ നിവാരണം വരുത്തുന്നതിനും നാം എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ആയുർവേദത്തിൽ എന്താണ് പറയുന്നത്, ആയുർവേദത്തിൽ പറയുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, പഥ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 2026 ജനുവരി 18 കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സും, അതായത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് ഈസ് മെഡിസിൻ, അന്നം തന്നെ ഔഷധം. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ആ കൃത്യമായ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഔഷധമായി വരുന്നത് എന്ന് നമുക്കറിയാം. ആയുർവേദത്തിൽ അതിനെപ്പറ്റി പറയുന്നത് കൃത്യമായ രൂപത്തിൽ നാം കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് തത് സമസ്നം ച പ്രാർത്ഥയേതാവിരോധിതു എന്നാണ്. നമുക്ക് ഏത് ഭക്ഷണവും ഏത് രൂപത്തിലും കഴിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ അത് നമ്മുടെ രോഗത്തിന് എതിരാവാത്ത രൂപത്തിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രൂപത്തിലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അതേപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ജഗത്യേവം അനൗഷധം എന്നുള്ള രൂപത്തിൽ, അതായത് ലോകത്ത് മരുന്നല്ലാതെ ഒന്നുമില്ല, ഇത് മൂന്നും കണക്കിലെടുത്തുകൊണ്ട്, അതായത് ഫുഡ് ഈസ് മെഡിസിൻ, അന്നം തന്നെ ഔഷധം എന്ന രൂപത്തിലും, ജഗത്യേവം ഔഷധം, ലോകത്ത് മരുന്നല്ലാതെ ഒന്നുമില്ല എന്ന കാര്യവും, ഇനി പഥ്യം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കഴിക്കാവുന്നതാണ്, പക്ഷേ അത് നിങ്ങളുടെ രോഗത്തിന് എതിരാവാത്ത രൂപത്തിൽ എന്ന ആ ഒരു കൺസെപ്റ്റും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആയുർവേദത്തിൽ ഈ സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തമെന്നും രണ്ട് വിഭാഗത്തിലും പെടുന്ന എല്ലാ ചികിത്സകളും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ ചിട്ടകളും ജീവിതശൈലിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇതിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമം അല്ലെങ്കിൽ ആഹാരം ആയുർവേദത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ണൂരിലേക്ക് ക്ഷണിക്കുകയാണ്.